താമരശ്ശേരി അടിവാരത്ത മദ്യലഹരിയിൽ യുവാക്കൾ അക്രമം നടത്തിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ബാബു, ഫസൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വാർത്തയുടെ വിവരങ്ങളുമായി ചേതൻ നമ്മളോടൊപ്പം ചേരുകയാണ്. കോഴിക്കോട് നിന്ന് നോക്കാം എന്താണ് താമരശ്ശേരിയിൽ സംഭവിച്ചതെന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. മദ്യലഹരിയിൽ ആശങ്കയുളവാക്കുന്ന ചില സംഭവങ്ങൾ താമരശ്ശേരിയിൽ നടന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് ചേതൻ? ആ പരിക്കേറ്റ യുവാക്കളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? മനു, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി താമരശ്ശേരി പോലീസ് ഔട്ട് പോസ്റ്റിന് സമീപത്തുള്ള ചായക്കടയിൽ വെച്ചായിരുന്നു ആദ്യത്തെ ആക്രമണം ഉണ്ടായത്. മദ്യപിച്ചെത്തിയ 2 അംഗ സംഘം, ഇവർ പൂവലേരി ഷഫ്നാസ്, അതുപോലെ തന്നെ TK സമീർ എന്നിവരാണ് ഈ ചുമട്ട് തൊഴിലാളിയായ ബാബുവിനെ ആക്രമിക്കുന്നത്. ഈ ചായക്കടയിൽ വെച്ചായിരുന്നു ആദ്യ ആക്രമണം. ഈ ആക്രമണം നടക്കുമ്പോൾ നിറയെ സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് ഈ പ്രതികൾ അശ്ലീല പദങ്ങളൊക്കെ ബഹളം വെക്കുകയും അശ്ലീല പദങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. ഇത് ചുമട്ട് തൊഴിലാളിയും അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ബാബു ചോദ്യം ചെയ്തു. സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിൽ പദങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ പ്രകോപിതരാകുകയായിരുന്നു. ബാബുവിനെ ആക്രമിക്കുകയായിരുന്നു. ഇത് ബാബുവിനെ തടയാൻ, ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തടയാനെത്തുകയായിരുന്നു ഫസൽ. ഇവരുടെ തടയാനെത്തുകയും പോലീസിൽ പരാതിപ്പെടും എന്ന് ഈ പ്രതികളോട് പറയുകയും ചെയ്തു. സ്വാഭാവികമായി ഫസലിനോടും ഈ പ്രതികൾക്ക് വൈരാഗ്യമുണ്ടായി. ഈ പരിക്കേറ്റ ബാബു ഉടൻ തന്നെ സമീപത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. ഇതിനു ശേഷമാണ്, അതായത് ഉച്ചയോടുകൂടി ഈ ഫസലിൻ്റെ വീട് അന്വേഷിച്ച് പ്രതികൾ എത്തുന്നത്. പ്രധാനമായും ഈ ഷഫ്നാസ് വീട്ടിലേക്ക് എത്തുകയും ഫസലിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് ഈ പ്രതി ശ്രദ്ധിക്കുന്നത്, ഈ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ CCTV ഉണ്ട്. ഈ മർദ്ദനം CCTV ദൃശ്യങ്ങളിൽ പെടുമോ, അല്ലെങ്കിൽ താൻ വന്നത് CCTV ദൃശ്യങ്ങളിൽ പെടുമോ എന്നുള്ള ഭയം കാരണം ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവത്തിൻ്റെ 2ാം ഘട്ടം. കൃത്യമായി പറഞ്ഞാൽ താമരശ്ശേരി ടൗണിൽ വെച്ചായിരുന്നു. വൈകിട്ട് 4 മണിക്ക് ഈ പോലീസ് ഔട്ട് പോസ്റ്റിന് സമീപത്തെ ശൗചാലയത്തിന് മുമ്പിൽ വെച്ചായിരുന്നു ആക്രമണം. അതിൽ ഈ പ്രതികളിൽ ഒരാൾ ഉപയോഗിച്ചത് ഇടിക്കട്ട കൊണ്ട് അറിയാം, വളരെ മാരകമായി പരിക്കേൽക്കുന്ന ഒരു ലോഹ വസ്തുവാണ്. ഈ ഇടിക്കട്ട ഉപയോഗിച്ചായിരുന്നു ഈ ഫസലിനെ ഈ പ്രതികൾ അതിക്രൂരമായി മർദ്ദിച്ചത്. തലക്ക് പിന്നിലാണ് ഈ ഫസലിൻ്റെ പരിക്ക് ഏറ്റത്. ക്രൂരമായ മർദ്ദനം തന്നെയാണ് ഉണ്ടായത്. പിന്നീടാണ് ഈ ഫസലിനെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തുകയും പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തുകയും നിലവിൽ ഈ 2 പ്രതികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പരിക്കേറ്റ 2 പേരെയും സ്ഥിരം കുറ്റവാളികളാണോ ചേതൻ? അവരെ കുറിച്ച് പോലീസ് പറയുന്നത് എന്താണ്? സ്ഥിരം ശല്യങ്ങളാണോ? നിലവിൽ അത്തരം ക്രിമിനൽ പശ്ചാത്തലത്തിലെ വിവരങ്ങളൊന്നും നിലവിൽ പോലീസ് പങ്കുവയ്ക്കുന്നില്ല. എന്നാലും പരിക്ക് വളരെ സാരമുള്ളതാണ്. തലക്ക് പിന്നിലാണ് ഇടിക്കട്ട കൊണ്ട് ലോഹമുള്ള ഇടിക്കട്ട ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇന്ന് ഈ പരിക്കേറ്റ 2 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഇവർ കേസ് രജിസ്റ്റർ ചെയ്യുക. ഏതായാലും ഈ 2 പ്രതികൾ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. വൈകാതെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും. മനു.